ടുഡേസ് എ സണ്ണി ഡേ അല്ലേ? നമ്മൾ ലീവ് എടുത്ത ദിവസം ഭയങ്കര സണ്ണി, നല്ല ദിവസം. അതേപോലെ നമ്മൾ എത്ര പ്രാവശ്യം ഓക്സ്ഫോർഡ് വരാൻ പ്ലാൻ ഇട്ടിട്ടും നടന്നിട്ടില്ല. ഇത് എന്താ പറയുക, വരേണ്ട ആവശ്യം വന്നു അവസാനം. ശരിയാ, മറ്റത് വേറെ സ്വിൻഡനിലായിരുന്നു. പക്ഷെ അല്ലാതെ ഇവിടെ ഒരു കരിയർ ഫെയർ പോലെ വന്നപ്പോൾ എന്നാൽ പിന്നെ ഇങ്ങോട്ടും കൂടെ വരാൻ കാരണം അധികം എക്സ്പ്ലോർ ചെയ്യാൻ സമയമില്ല എന്ന് തോന്നുന്നു. കാരണം 4:30 ആകുമ്പം കരിയർ ഫെയർ തുടങ്ങും. അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും കാണാൻ പറ്റി, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മ്യൂസിയമോ എന്തെങ്കിലും കാണാൻ പോവാം. മെയിൻ സ്ഥലങ്ങളാണ് നമ്മളെ വർക്കല. നമുക്കിവിടുന്ന് പോവാം, ഇവിടുന്ന് പോവാം. നമുക്ക് പിന്നെ ആനയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തൃശ്ശൂരിലാണ്ടെന്താ, നമുക്കിവിടുന്ന് പോവാം. എന്ത് ചെയ്യാ നമ്മളെന്ത് ചെയ്യാ വെറുതെ ഇങ്ങനെ ഓക്സ്ഫോർഡ് വന്നിട്ട് നട്ടുച്ചയ്ക്ക് വെയിലത്ത് ഏതൊരു കാർ പാർക്കിൽ പൈസയും കൊടുത്തിട്ട് ഇതിനകത്ത് ചുമ്മാ ഇരിക്കുക, പാട്ടൊക്കെ കേട്ട് റീൽസൊക്കെ കണ്ട് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരിക്കുക. 20% മതി, ഓഫ് ചെയ്യേ. എന്താ അത് ഓഫ് ചെയ്യണം, ചാർജില്ല. ഇനിയിപ്പം ഒരു പരിപാടിയും കൂടെയുണ്ട്, ഒരു ജോബ് ഫെയർ ഉണ്ട്. അപ്പം അതിനും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതും കൂടെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് 4 മണിക്കാണ്. അപ്പം 3:50 വരെ നമുക്ക് ഇവിടെ ഉണ്ട്, പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്രയും നേരം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡാർക്ക് ഫാൻറ്റസി ഒക്കെ മേടിച്ച് അതൊക്കെ കഴിക്കാം. റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ പിന്നെ ചുമ്മാ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും അങ്ങനെ. ആക്ച്വലി ഞങ്ങൾ ഇതുവരെ ഓക്സ്ഫോർഡ് വന്നിട്ടില്ല, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാം, മ്യൂസിയം, യൂണിവേഴ്സിറ്റി മ്യൂസിയം ഒക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ. നിങ്ങൾക്ക് കാണാമല്ലോ, ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്. അതും ഞങ്ങൾ വെതർ നോക്കാണ്ട് ഇറങ്ങി, 2 പേരും ബ്ലാക്ക് എടുത്തിട്ടു. അവരാണെങ്കിൽ എൻ്റെ അടിയിൽ തേർമൽസ് വരെ ഇട്ടിട്ടുണ്ട്. ഞാൻ തേർമൽസ് ഒന്നും ഇട്ടിട്ടില്ല, പക്ഷെ നല്ല ബ്ലാക്ക് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടു, അതിൻ്റെ മുകളിലൊരു ജാക്കറ്റ്. അപ്പോൾ ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. അപ്പോൾ ആകെ ക്ഷീണം. ഇനിയിപ്പോൾ നാളെ വരെ പോകാൻ പറ്റില്ല. പിന്നെ മെയിൻ പ്രശ്നം, ഞങ്ങളുടെ സിമ്മിനിവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ മാപ്പ് മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പാർക്കിംഗ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവിടേക്ക് പോയാൽ അവിടെ പാർക്കിംഗ് കിട്ടുമോയെന്ന് അറിയില്ല ഈ മ്യൂസിയത്തിൽ. സോ ഏറ്റവും ബെസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഓക്സ്ഫോർഡ് നമുക്ക് ഇനി വരാമല്ലോ, അടുത്താണല്ലോ. ഇങ്ങനെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അടുത്തായിട്ട്. അപ്പം അതുകൊണ്ട് ലൈക്ക് ഒരു മൂഡില്ല. എനിക്ക് ആക്ച്വലി വീട്ടിൽ പോകാനുള്ള മൂഡാണ്. പക്ഷെ എന്തായാലും ഇതിനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കിങ്ങനെ കിടന്നുറങ്ങാൻ തോന്നുന്നു, ഭയങ്കര ആയിട്ട് ഉറക്കം വരുന്നുണ്ട്. സമയമുണ്ട്, കുറച്ച് നേരം അങ്ങനെ. സോ ഇനി ജോബ് ഫെയറിൻ്റെ അവിടെ പോകുമ്പോൾ എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കാം. ഓക്കെ, കട്ട് ചെയ്യൂ.
നമ്മൾ കരിയർ ഫെയർ കഴിഞ്ഞ് ഇറങ്ങി ഒരുപാട് 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 ബ്രോഷേഴ്സ് ആൻഡ് ആളുകളെ ഒക്കെ പരിചയപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? കൂടുതൽ എൻജിനീയറിംഗ് ആയിരുന്നു. സോ കൺസ്ട്രക്ഷൻ ഫീൽഡായിരുന്നു. പിന്നെ എൻജിനീയറിംഗിൽ കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഫീൽഡൊക്കെ കുറവായിരുന്നു. ബട്ട് സ്റ്റിൽ ഒരു 1-2 എണ്ണം ഞാൻ ഒപ്പിച്ചു. അരുണും കുറച്ചെണ്ണം ഒപ്പിച്ചു. ഇനി അതെല്ലാം പോയി. ആക്ച്വലി മെയിനായിട്ട് വന്ന ഒരു കമ്പനിയുടെ ഇതിലാണ്. അരുൺ ആക്ച്വലി മെയിനായിട്ട് ഒരു ഗെയിം കമ്പനിയുടെ ഇതിലാണ് വന്നത്. അപ്പോൾ ആളുമായിട്ട് നല്ലോണം സംസാരിച്ചു. ഒരു കോണ്ടാക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സോ വി ഡിഡ് വാട്ട് വി കുഡ് ഡു. അപ്പം അങ്ങനെ ഇനി നമ്മൾ ഇപ്പം സമയം 5:10 കഴിഞ്ഞു. ഇനിയെങ്കിലും എനിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങണം. ഞാൻ ക്ഷീണമായി, ഭയങ്കര ക്ഷീണമായി. സോ ഇനി ഓൾമോസ്റ്റ് 1 hour ഡ്രൈവ് ഉണ്ട്, എന്നിട്ടേ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ ഭയങ്കര നല്ല ക്ലൈമറ്റ് ആണ്. സോറി, ഒരു മിനിറ്റ്. സോ അതാണ്, ഏതാണ് ഇതാണ് ഓക്സ്ഫോർഡ് യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയം. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങിലായിരുന്നു നമുക്ക് ജോബ് ഫെയർ ഉണ്ടായിരുന്നത് അല്ലേ? ഓക്കെ, സോ നമുക്ക് പോവാം. ഇവിടെ വ്യൂ ഉണ്ട്. സിനിമ കാണാൻ പോണോ? ആക്ച്വലി ഇന്നൊരു വ്ളോഗ് എടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. രാവിലെ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വ്ളോഗ് എടുത്ത് തുടങ്ങിയിട്ടുമില്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ടാണത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നി ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാം. കാരണം ഇന്നത്തെ ദിവസം ഒരു എന്താ പറയുക, ഇത് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് നാളും കൂടെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ എന്തിനാണോ വന്നത് അതിൻ്റെ ഒരു റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഒക്കെ മാത്രമേ ചിലപ്പോൾ ഇത് ഇടുള്ളൂ. അല്ല, ആണോ? അല്ല, പോസിറ്റീവ് ആയിരിക്കും അല്ലേ? എന്താ പറയുക, മോസ്റ്റ്ലി ഞാൻ അങ്ങനെ ഇടുണ്ടാവുള്ളൂ. പക്ഷേ എന്താ പറയുക, ഹോപ്പ്ഫുള്ളി എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അപ്പോൾ ഇതൊന്നും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കാറിൽ കയറട്ടെ. ഭയങ്കര സൂപ്പർ ഡൂപ്പർ വെയിറ്റ്. അയ്യോ, വേസ്റ്റ് അത് പിടിച്ചേ. സോ ഇറ്റ്സ് 6:15. ഞങ്ങളിവിടെ ട്രാഫിക്കിലാണ്. റെഡിങ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. റെഡിങ് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. സോ യൂഷ്വലി നമുക്ക് ഈ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. എപ്പോഴാണ് എന്നെ അരുൺ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് വരുമ്പോൾ ഇപ്പം അതേ ഏരിയയിലെത്തി. അതുകൊണ്ട് അതേ ബ്ലോക്ക് ഇപ്പോഴും ഉണ്ട്. സോ ഇങ്ങനെ വെറുതെ വണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ടയേർഡായി, ഭയങ്കര ടയേർഡായി അല്ലേ അരുണ്? ജിമ്മിൽ പോവാം. വിശക്കുന്ന പോലെ ഉണ്ട് എനിക്ക്. വിശപ്പുണ്ടോ? ഓക്കെ, ഇനി വീട്ടിലെത്തിയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എന്താണ് സല്യൂട്ട് അടിക്കുന്നുണ്ടോ എന്നെ? എൻ്റെ ഒരു ബുദ്ധിപരമായ നീക്കം നീ ഇപ്പോൾ കാണാൻ പോവാ. ട്രാഫിക് കണ്ടോ? അവിടെ വണ്ടികൾ നിരന്ന് കിടക്കുന്നത്. ഇതൊക്കെ എൻ്റെ ഓഫീസിൻ്റെ വഴികളാണ്. ഓഫീസ് എവിടെയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല. സോ ഇതൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളത് പല 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 പലതരത്തിലുള്ള ഇൻഡസ്ട്രീസ് ആണ്. ഓരോരോ ഇവിടെ വലിയ വൃത്തിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അരുണിൻ്റെ ഐഡിയ വാസ് എൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ കൂടെയുള്ള വഴി കൂടെ പോവുക, വിച്ച് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ ഇന്നെങ്കിലും ഇത് ഇവിടേക്ക് വരണ്ടല്ലോ എന്ന് ആലോചിച്ചിരുന്നതായിരുന്നു. ബട്ട് സ്റ്റിൽ ഇന്നെങ്കിലും ഇവിടേക്ക് വരണ്ടെന്ന് വിചാരിച്ചത്. ഇപ്പത്തെ എൻ്റെ ഓഫീസിൻ്റെ മുമ്പിലേക്ക് എത്തുന്നു. എനിക്ക് അവരെ നോക്കി ചിരിക്കണ്ട. ഞാൻ എൻ്റെ ഓഫീസൊന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുക്കും, പക്ഷെ ഞാൻ ഇതിലിടില്ല.
ഓക്കെ, ഇങ്ങോട്ട് നോക്കോ. സോ ഇത് ഒരു ഔട്ട്ഡോർ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് ഒരു എന്താ പറയുക, ഒരു അബ്രപ്റ്റ് എൻഡിങ് ആയിരുന്നു മറ്റേൻ്റെ. സോ ഇറ്റ്സ് 10 o'clock at night. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വന്ന് കിടന്നുറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങി, അരുൺ ഉറങ്ങിയില്ല അല്ലേ? അരുൺ ഉറങ്ങിയില്ല. ഞാൻ പിന്നെ എണീറ്റപ്പോൾ ഒരു 8:30 ഇപ്പോൾ അരുൺ പൊട്ടേറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് രാത്രി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഒരു ഡോക്യുമെൻറ്റിങ്. എങ്ങനെയായിരുന്നു? ലൈക്ക് അരുൺ വാസ് മച്ച് ഇൻവോൾവ് ഇൻ ദ വീഡിയോ. പക്ഷെ അല്ല, ഇന്നത്തെ ദിവസം പോയി വന്നു, ക്ഷീണമായി. കഴിക്കാം. ഓക്കെ, അപ്പം ശരി. അപ്പോൾ ഇനി നാളെ ജോലിക്കൊക്കെ പോകണം. അപ്പോൾ ബൈ.